KTU 2019 സ്കീം CS S5 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മൊഡ്യൂൾ 3യുടെ തിയറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് മൾട്ടികാസ്റ്റ് റൂട്ടിംഗ്. നമ്മളൊരു മെസ്സേജ് ഒരു ഗ്രൂപ്പിലേക്ക് അയക്കുന്നതിന് പറയുന്ന പേരാണ് മൾട്ടികാസ്റ്റിംഗ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പെർഫോം ചെയ്യുന്ന റൂട്ടിംഗ് അൽഗോരിതത്തിനെയാണ് മൾട്ടികാസ്റ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സോഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത് യൂണികാസ്റ്റ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് അഡ്രസ്സും ആയിരിക്കും. മൾട്ടികാസ്റ്റിങ്ങിന് വേണ്ടി നമ്മളൊരു ട്രീ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻ്റായ ഒരു ഡെലിവറി ട്രീ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 2 അപ്രോച്ചസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സോഴ്സ് ബേസ്ഡ് ട്രീ. ഇതിൽ ഓരോ സോഴ്സിനും നമ്മളൊരു സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഷെയർഡ് ട്രീ ആണ് സെക്കൻഡ് വൺ. അതിനുവേണ്ടി നമ്മൾ ഒരു സിംഗിൾ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും നമ്മൾ എല്ലാ സോഴ്സസിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൾട്ടികാസ്റ്റ് റൂട്ടിംഗ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 മെയിൻ മെത്തേഡ് എന്ന് പറയുന്ന ആളാണ് ഡിസ്റ്റൻസ് വെക്ടർ മൾട്ടികാസ്റ്റ് റൂട്ടിങ്ങും അതുപോലെ തന്നെ പ്രോട്ടോകോൾ ഇൻഡിപെൻഡൻറ്റ് മൾട്ടികാസ്റ്റിംഗ്. അപ്പോൾ ഡിസ്റ്റൻസ് വെക്ടർ ഓൾറെഡി നമ്മൾ പഠിച്ചു, അതിൽ റൂട്ടിംഗ് ടേബിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യും, എന്നിട്ട് അതായിരിക്കും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. പ്രോട്ടോകോൾ ഇൻഡിപെൻഡൻറ്റ് മൾട്ടികാസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷെയർഡ് ട്രീയും അതുപോലെ തന്നെ സോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ട്രീ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് QoS ക്വാളിറ്റി ഓഫ് സർവീസസ്. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് അതിൻ്റെ QoS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിലയബിലിറ്റി. റിലയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന ഡാറ്റ എന്തായാലും റിസീവറിലേക്ക് അത് എത്തിച്ചിരിക്കും, അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അക്നോളജ്മെൻറ്റ് പാസ് ചെയ്യും. അപ്പോൾ റിലയബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് റീട്രാൻസ്മിഷൻ്റെ ആവശ്യം വരും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഡിലേ. സോഴ്സ് ടു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഡാറ്റ എത്തിക്കാൻ വേണ്ട ഡിലേ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. തേർഡ് വണ്ണാണ് ജിറ്റർ. ജിറ്റർ എന്ന് പറഞ്ഞാൽ 2 പാക്കറ്റ്സ് അയക്കുമ്പോൾ നമ്മൾ എത്ര ഡിലേയിലാണ് അയക്കുന്നത് ആ സെയിം ഡിലേ നെറ്റ്വർക്കിൽ ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും റിസീവറിൽ എത്തുന്നത് വരെ. അപ്പോൾ അതിനെയാണ് നമ്മൾ ജിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ബാൻഡ്വിഡ്ത്ത്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന റേറ്റ് ആണ്, അത് മാക്സിമം ബാൻഡ്വിഡ്ത്തിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെക്നിക്സ് ടു ഇംപ്രൂവ് QoS ക്വാളിറ്റി ഓഫ് സർവീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷെഡ്യൂളിംഗ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ കുറേ ഡാറ്റാസ് സെൻഡ് ചെയ്യണമെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഷെഡ്യൂളിംഗ് ചെയ്യണം. അപ്പോൾ അതിന് 2 ടൈപ്പ് ഉണ്ട്, ഫിഫോയും ഉണ്ട് അതുപോലെ തന്നെ ട്രാഫിക് ഷേപ്പിംഗ് ഉണ്ട്. 2 ടൈപ്പാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്, അതായത് ക്യൂ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നും നമ്മൾ എത്തുമ്പോൾ ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക, അത് ആ വരുന്ന ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂവിങ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് ക്യൂവിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും, അതാണ് പ്രയോറിറ്റി ക്യൂവിങ്. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ ക്യൂവിലേക്ക് എന്ത് ചെയ്യുന്നത് സേവ് ചെയ്തത്. അപ്പോൾ 2 എണ്ണമായിട്ട് തന്നെ ആ ക്യൂവിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഹയർ പ്രയോറിറ്റി ക്യൂ ഉണ്ടായിരിക്കും, ലോവർ പ്രയോറിറ്റി ക്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഹയർ പ്രയോറിറ്റി ആയിരിക്കും ആദ്യം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, അതിന് ശേഷമായിരിക്കും ലോവർ പ്രയോറിറ്റി ഉള്ളവരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ട്രാഫിക് ഷേപ്പിംഗ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കാണ് ലീക്കി ബക്കറ്റ് ആൻഡ് ടോക്കൺ ബക്കറ്റ്. അതെന്താണെന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറയുന്നതായിരിക്കും കേട്ടോ. ആൻഡ് തേർഡ് വണ്ണാണ് അഡ്മിഷൻ കൺട്രോൾ. അഡ്മിഷൻ കൺട്രോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ടേഴ്സ് പെർഫോം ചെയ്യുന്ന ആളാണ് അഡ്മിഷൻ കൺട്രോൾ. അതായത് പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്കിലേക്ക് വരുന്ന ഒരു ഫ്ലോ ഓഫ് ഡാറ്റേനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, അഡ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വണ്ണാണ് റിസോഴ്സ് റിസർവേഷൻ. അതായത് ഒരു ഫ്ലോ ഓഫ് ഡാറ്റ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിന് ഏതൊക്കെ റിസോഴ്സുകൾ വേണമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ റിസർവ് ചെയ്ത് വെക്കുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കാണ് കഞ്ചഷൻ. കഞ്ചഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന ഡാറ്റ ചാനലിൻ്റെ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ വരുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഞ്ചക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓപ്പൺ ലൂപ്പ് കഞ്ചക്ഷൻ കൺട്രോൾ. അതായത് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കഞ്ചക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കഞ്ചക്ഷൻ ഒക്കർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഓപ്പൺ ലൂപ്പ് കഞ്ചക്ഷൻ കൺട്രോൾസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റീട്രാൻസ്മിഷൻ പോളിസി. ഇപ്പോൾ ഒരു സെൻറ്ററിന് നമ്മൾ അയക്കുന്ന റേറ്റ് അല്ലെങ്കിൽ അയച്ച ഡാറ്റ ലോസ് ആയി തോന്നിക്കഴിഞ്ഞാൽ സെൻറ്റർ എന്ത് ചെയ്യും, അതിന് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിൽ എന്ത് സംഭവിക്കും, കഞ്ചക്ഷൻ ഒക്കറിയും. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീട്രാൻസ്മിഷൻ പോളിസീസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കഞ്ചക്ഷൻ എന്ത് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വണ്ണാണ് വിൻഡോ പോളിസി. നമ്മൾ ഓൾറെഡി വിൻഡോ പോളിസി പഠിച്ചതാണ്. അപ്പോൾ അതിൽ സെലക്റ്റീവ് റിപ്പീറ്റ് ARQയും ഗോ ബാക്ക് ആൻഡും പഠിച്ചു. അപ്പോൾ അതിൽ സെലക്റ്റീവ് റിപ്പീറ്റ് ARQ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഗോ ബാക്ക് ആൻഡ് ARQവിൽ നമുക്ക് ഒരു ഡാറ്റയാണ് കിട്ടാത്തത്, അതായത് നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ഒരു ഡാറ്റയാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ ആ വിൻഡോൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡാറ്റാസിനെയും റീട്രാൻസ്മിഷൻ ചെയ്യും. അപ്പം നെറ്റ്വർക്കിൽ എന്ത് സംഭവിക്കും, കഞ്ചക്ഷൻ ഒക്കറിയും. അപ്പോൾ അത് ഓവർകം ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുന്നത്, സെലക്റ്റീവ് റിപ്പീറ്റ്. സെലക്റ്റീവ് റിപ്പീറ്റിൽ ഏതാണോ കിട്ടാത്തത് അതിൻ്റെ മാത്രമായിരിക്കും റീട്രാൻസ്മിഷൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് എക്നോളജ്മെൻറ്റ് പോളിസി. എക്നോളജ്മെൻറ്റ് പോളിസിയിൽ റിസീവറിൽ എക്നോളജ്മെൻറ്റ് അയക്കുന്നില്ലെങ്കിൽ, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് റിസീവർ സൈഡിൽ നിന്ന് എക്നോളജ്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യണം, ഡാറ്റ റേറ്റ് റെഡ്യൂസ് ചെയ്യണം. അതാണ് എക്നോളജ്മെൻറ്റ് നോക്കിയിട്ട് കഞ്ചക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്.
നെക്സ്റ്റ് വണ്ണാണ് ഡിസ്കാർഡ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഓഡിയോ ട്രാൻസ്മിഷൻ ആണെങ്കിൽ അതിൽ ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റ്സിനൊക്കെ എന്ത് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ ക്വാളിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് അഡ്മിഷൻ പോളിസി. അതിൽ നമ്മൾ ആദ്യമേ തന്നെ ഏതൊക്കെ റിസോഴ്സസ് ആണ് റിക്വയർമെൻറ്റ് ആവശ്യമുള്ളതെന്ന് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് മെത്തേഡാണ് ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചക്ഷൻ കൺട്രോൾ. മറ്റേത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കഞ്ചക്ഷൻ വന്നതിന് ശേഷം അതിനെ സോൾവ് ചെയ്യുന്നതിനാണ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ചോക്ക് പാക്കറ്റ്. അപ്പോൾ ചോക്ക് പാക്കറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് സെൻറ്ററിൽ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും നോഡിലേക്ക്, നോഡ് ടു സോഴ്സിലേക്ക് ഒരു പാക്കറ്റിനെ സെൻഡ് ചെയ്യും കഞ്ചക്ഷൻ ഒക്കർ ചെയ്തു എന്ന് ഇൻഫോം ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ നോഡ് കഞ്ചക്ഷൻ ഒക്കർ ചെയ്തിട്ടുള്ള നോഡ് എന്ത് ചെയ്യണം, ഡാറ്റ റേറ്റ് റെഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ് വണ്ണാണ് ബാക്ക് പ്രഷർ. ബാക്ക് പ്രഷർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോഡ് ടു നോഡ് കഞ്ചക്ഷൻ കൺട്രോൾ ആണ്. അതായത് കഞ്ചക്റ്റഡ് ആയ ഒരു നോഡ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ഡാറ്റേനെ സഡൻ തന്നെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ അതിൻ്റെ ഇമ്മീഡിയറ്റ് അപ്പ് സ്ട്രീം നോഡിൽ നിന്ന്. അപ്പോൾ അപ്പ് സ്ട്രീം നോഡിൽ എന്ത് സംഭവിക്കും, കഞ്ചക്ഷൻ ഒക്കർ ചെയ്യും. അപ്പോൾ അത് അതിലേക്ക് റിസീവ് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ നെറ്റ്വർക്ക് ത്രൂ ഔട്ട് എന്ത് സംഭവിക്കും, കഞ്ചക്ഷൻ ഒക്കർ ചെയ്യും. അതിനാണ് ബാക്ക് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് ആണ്. അതായത് ഇതിൽ നോഡ് ടു സോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല. നോഡ് ടു സോഴ്സിലേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല കഞ്ചക്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നോഡ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന കഞ്ചക്ഷനെ, അത് എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യും, ഒരു സിഗ്നൽ സോഴ്സിലേക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് സിഗ്നലിംഗ് ആണ്. ഇതിലൊരു ബിറ്റ് എന്ന് പറയുന്നത് കഞ്ചക്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിറ്റ് തിരിച്ചയക്കും. ബാക്ക്വേർഡ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റർ ടു റിസീവറിലേക്ക് ഡാറ്റ അയക്കുകയാണെങ്കിൽ റിസീവറിൽ നിന്നായിരിക്കും ഒരു പാക്കറ്റ് ബിറ്റ് തിരിച്ചയക്കുന്നത് കഞ്ചക്ഷനെ ഇൻഫോം ചെയ്യാനായിട്ട്. അതായത് സോഴ്സിനെ വാൺ ചെയ്യാൻ വേണ്ടി അയക്കുന്ന ഒരു പാക്കറ്റാണ്. അതിനാണ് ബാക്ക്വേർഡ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് സിഗ്നലിംഗ് നമ്മൾ ഡെസ്റ്റിനേഷനെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഡയറക്ഷനിൽ കഞ്ചക്ഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഒരു പാക്കറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാഫിക് ഷേപ്പിങ്ങിൽ വരുന്ന രണ്ട് പേര് ലീക്കി ബക്കറ്റ് ആൻഡ് ടോക്കൺ ബക്കറ്റ്. അത് തന്നെയാണ് കഞ്ചക്ഷൻ കൺട്രോൾ അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ലീക്കി ബക്കറ്റ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ ഉണ്ട്, ഒരു ബഫർ പോലെ ഒരു ബക്കറ്റ് യൂസ് ചെയ്യും. അതിലേക്ക് ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വഴിയിട്ട് എന്ത് ചെയ്യും, അതായത് കഞ്ചക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ഡാറ്റാസും നമ്മൾ ആ ലീക്കി ബക്കറ്റിലേക്ക് കൊടുക്കും. അൺറെഗുലേറ്റഡ് ഫ്ലോ ഓഫ് ഡാറ്റയാണ് ലീക്കി ബക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷേ ലീക്കി ബക്കറ്റിന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, റെഗുലേറ്റഡ് ആയിരിക്കും. ആ കഞ്ചക്ഷൻ അത് റെഗുലേറ്റ് ചെയ്തിട്ടായിരിക്കും നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് ടോക്കൺ ബക്കറ്റ്. ടോക്കൺ ബക്കറ്റ് കഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് വരുന്ന എല്ലാവരും നമ്മളൊരു ക്യൂ യൂസ് ചെയ്തിട്ട് ഒരു ബക്കറ്റിലേക്ക്, ഒരു ടോക്കൺ ബക്കറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും, ബഫർ പോലെ തന്നെ. ദെൻ അതിനെന്ത് ചെയ്യും, ഓരോ ടോക്കൺസ് പാസ് ചെയ്യും. ദെൻ ആ ടോക്കൺ അനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും ഓരോന്നെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കഞ്ചക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എഴുതിയിട്ടുള്ള ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും ലിങ്ക് സ്റ്റേറ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത കമ്പാരിസൺ ടേബിൾ എന്ന് പറഞ്ഞത് വെർച്വൽ സർക്യൂട്ടും ഡാറ്റാഗ്രാമും തമ്മിലുള്ളതാണ്. അതും വെർച്വൽ സർക്യൂട്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസും, ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കണക്ഷൻലെസ് സർവീസും ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള കമ്പാരിസൺസും ആണ് ലിസ്റ്റ് ഔട്ടിൽ. അത് ജസ്റ്റ് വായിച്ചു നോക്കണം കേട്ടോ.